ഞാൻ തന്നെ ഇതൊക്കെ വരുത്തി വെച്ചത് എന്റെ മിഥുൻ. അന്ന് നീ മദ്യം കഴിച്ച് മയക്കത്തിലായിരുന്നു. അതേ മയക്കത്തിൽ തന്നെയായിരുന്നു ഞാനും. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ജ്യൂസ് കുടിച്ചിരുന്നു. എഴുന്നേറ്റപ്പോ നമ്മള് രണ്ടുപേരും ഒരു റൂമില് ഒരു ബെഡിൽ തന്നെ ഉണ്ടായേ. നമുക്കിടയിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് എന്നെ വിശ്വസിച്ചു. അന്ന് നമ്മൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. റിപ്പോർട്ട്സും എല്ലാം കള്ളായിരുന്നെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ മിഥുൻ? എന്താണ് ചതിയെന്നും ആരാണ് ചതി ചെയ്തതെന്നും ഇപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. മിഥുനേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി സ്വാർത്ഥതയോടെ നീ കളിച്ച നാടകം എല്ലാവരും മനസ്സിലാക്കി. മിഥുനേട്ടന്റെ അടുത്തെന്നല്ല, ഈ വീട്ടിൽ പോലും നിനക്കിനി സ്ഥാനമില്ല. നിന്റെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങി പോവാൻ നോക്ക്. ഇത് നിന്റെ ഓർഡർ ആണോ അതോ ഈ കുടുംബത്തിലെ മുതിർന്ന ആളായ അരുണിമാന്റെ വാക്കോ? അതെന്റെ വാക്കാ. എന്നോട് കാണിച്ച ഈ ചതിക്ക് ഞാൻ നിനക്ക് നൽകുന്ന ശിക്ഷ ഏത്? ഇവിടുന്ന് ഇറങ്ങി പോവാൻ. ഞാൻ എങ്ങനെ പോവും ഇത്? നമുക്കിടയിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്റെ വയറ്റിൽ ചിലപ്പോ നിന്റെ കുഞ്ഞും ഉണ്ടാവില്ല. പക്ഷേ എന്റെ കഴുത്തിൽ ഇതേ നീ കെട്ടിയ താലിയുണ്ടല്ലോ. ഈ താലി ഞാൻ നിന്റെ ഭാര്യയാണെന്ന് പറയല്ലേ മിഥുൻ? ആ താലിയും ഫേക്കാണ്. ആ കല്യാണവും ഒരു ചതി തന്നെയാ. അല്ല, സത്യമാണ്. അതിന് ഈ നിൽക്കുന്ന അങ്കിളാണ് സാക്ഷി. അന്നത്തെ ദിവസം മിഥുൻ എന്റെ കഴുത്തിൽ താലി കിട്ടുന്ന സമയത്ത് അങ്കിൾ അത് കണ്ടു നിൽക്കുകയായിരുന്നു. അന്ന് തന്നെ എല്ലാ ചാനലുകളിലും അതിന്റെ വിഷ്വൽസ് വന്നതല്ലേ. ഞാൻ ഇപ്പീ വീട്ടിൽ നിന്ന് പുറത്തു പോയാ നമ്മുടെ 3 പേരുടെയും ജീവിതം നശിക്കൂന്നുള്ള കാര്യം നീ മറക്കല്ലേ മേഘനെ? എന്താ മഞ്ജരി, നീ ഭീഷണിപ്പെടുത്തണോ? എന്റെ മുന്നിൽ വെച്ച് മിഥുനേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നോ? അയ്യോ അല്ല മേഘനെ, ഞാൻ ഈ വീട് വിട്ടാ ഈ പ്രോബ്ലം സോൾവ് ആവുമെന്ന് വിചാരിക്കരുത്. എന്റെ മിഥുന് വേണ്ടി ചെയ്ത് തെറ്റ് സമ്മതിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാ. പുറത്തിറങ്ങിയ ഞാൻ ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനും പോകുന്നില്ല. ആന്റി പറയേ, ഞാനിപ്പോ പുറത്തു പോയാ ആന്റിയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കോ? ആന്റി അനുഭവിക്കുന്ന ഈ വേദനയിന്ന് ആന്റിക്ക് മോചനം കിട്ടുവോ? ആന്റി ആഗ്രഹിക്കുന്ന സൊല്യൂഷൻ ഉണ്ടാവോ? ആന്റി തന്നെ പറയാ ആന്റി. നീ ഇങ്ങനെ ഓരോന്ന് അമ്മയോട് പറഞ്ഞ് അമ്മയുടെ മനസ്സ് മാറ്റാൻ നോക്കാണോ മഞ്ജരി? ഇനി എന്തിനാ നീ വഞ്ചിക്കാൻ ശ്രമിക്കുന്നേ? ഞാൻ ഇവിടെ ആരും വഞ്ചിക്കുന്നൊന്നുമില്ല മേഘനെ, സത്യം പറയുന്നതാ. എന്ത് സത്യം? മിഥുൻ ചോദിക്കുന്നത് കേട്ടില്ലേ, അതങ്ങ് പറഞ്ഞു കൊടുക്ക്.
എന്താ മേഘനെ? എല്ലാരും കൂടി ചേർന്ന് എന്നിന്ന് മറച്ചു വെക്കുന്നത് എന്താ? അങ്ങനെയൊന്നും മറച്ചു വെക്കുന്നില്ല. ഈ മഞ്ജരി കാരണം ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവള് പുറത്തു പോയാലേ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കാനല്ല, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനാ. ആ വിഷയം അരുണിമാൻറ്റിക്ക് എന്തായാലും നന്നായിട്ട് അറിയാലോ, അല്ലേ ആന്റി? അരുണിമേ, അവള് പറയുന്നത് വിശ്വസിക്കരുത്. ഇവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്ക്. അതെ വല്യമ്മേ, ഇവള് ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടും നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാ പാമ്പിന് പാല് കൊടുക്കുന്ന പോലെയാവും. വിഷമുള്ള സർപ്പത്തെ തല്ലി കൊല്ലണമെന്ന് തന്നെയല്ലേ അമ്മേ? മഞ്ജരി ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് തല്ലി പുറത്താക്കണം. പറഞ്ഞോളൂ അമ്മേ. അമ്മയൊന്ന് മൂളിയാ ഇവളെ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാം. ഈ പ്രശ്നങ്ങൾ അവസാനിക്കും വരെ നീ ഇവിടെ നിന്നും ഇറങ്ങി പോകേണ്ട കാര്യമില്ല മഞ്ജരി. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അതമ്മേ. മേഘനെ പ്ലീസ്, നിനക്കറിയില്ലേ മേഘന എനിക്ക് എന്താ വേണ്ടെന്ന്? ഇവള് സാധാരണക്കാരിയൊന്നുമല്ല. അവളില്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കില്ല എന്നുള്ള സത്യം ഇൻഡയറക്റ്റ് ആയിട്ട് അരുണിമ ചേച്ചിയോട് സംസാരിച്ചത് കണ്ടില്ലേ? എന്നിട്ട് അരുണിമ ചേച്ചി തന്നെ അവളെ പിടിച്ച് വീട്ടിൽ നിർത്തുകയും ചെയ്തു. അരുണിമാന്റി പറഞ്ഞത് നീ കേട്ടില്ലേ മേഘനെ? ആന്റിക്ക് എന്താണോ വലുത് അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണോന്ന്. നീയും അങ്ങനെ തന്നെ പ്രവർത്തിക്കണ്ടേ? സോറി മിഥുൻ, നീ എന്നോട് പോവാൻ പറഞ്ഞിട്ടും എനിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയില്ല. എന്റെ കഴുത്തിൽ നീ കെട്ടി താലി അഴിച്ചു മാറ്റാൻ അരുണിമാന്റി സമ്മതിക്കുന്നില്ല. വീണ്ടും ഞാൻ നിന്നെ ചതിക്കുന്നതായി നീ കരുതരുത്. ആന്റി ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്കിൾ, ആന്റിയുടെ തീരുമാനത്തെ അങ്കിളിനും എതിർക്കാൻ കഴിയില്ലല്ലോ. അങ്കിളിനെന്നല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ആന്റിയുടെ തീരുമാനത്തെ അനുസരിച്ചേ പറ്റൂ. സോ മരണത്തെ കൺമുന്നിൽ കണ്ടിട്ട് തിരിച്ചു വന്നു, അങ്ങനെയല്ലേ? എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെ തന്നെയാ. ഓൾമോസ്റ്റ് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട അവസ്ഥയായിരുന്നു. അവസാന നിമിഷം രക്ഷപ്പെട്ടത്. നിന്റെ ഫേക്ക് പ്രഗ്നൻസി വെച്ച് മേഘനെ അവിടുന്ന് പുറത്താക്കാന്ന് വിചാരിച്ചപ്പോ പ്ലാൻ റിവേഴ്സായി നിന്റെ തലയിൽ തന്നെ വന്നു. മേഘന അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നീ അത് പ്രതീക്ഷിക്കണായിരുന്നു മഞ്ജരി. ചെസ് കളിക്കുന്നത് പോലെ നമ്മുടെ എതിരെ നിൽക്കുന്ന ആള് എന്ത് കളിക്കുന്ന ഗസ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ കരുക്കൾ നീക്കണം. ഇപ്പോഴൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ആ വീട്ടിൽ ഇപ്പോഴും നീയുണ്ട്, ആ മേഘനയുണ്ട്. നിനക്ക് കഴിവുണ്ടെങ്കിൽ മേഘനെ അവിടെ നിന്ന് ഇനിയും പുറത്താക്കാൻ പറ്റും. അവൾ ആ ചാൻസ് ഇനി എനിക്ക് തരാൻ പോകുന്നില്ല സരയു. എന്നെ ഇത് ഫേക്ക് പ്രഗ്നൻസി എന്ന് അവൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് എന്റെ ഈ താലിയിൽ അവൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് ഫേക്ക് ആണെന്ന് മേഘന ഇനിയും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ടെൻഷൻ എന്തിനാ? പ്രഗ്നൻസിയുടെ കാര്യം അവള് പ്രൂവ് ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞില്ലേ?
അതുപോലെ ഈ കല്യാണം ഫേക്കാണെന്ന് അവൾ പ്രൂവ് ചെയ്താ എല്ലാവരും മുന്നിൽ വെച്ച് അരുണിമാന്റെ ചിലപ്പോ എന്നെ കൊന്നെന്ന് വരും. അതുമാത്രമല്ല, മിഥുനെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ആ മകൾ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്നെ രക്ഷിക്കാൻ ഈശ്വരൻ വിചാരിച്ച പോലെ അത് നടക്കില്ലെന്നുറപ്പാ. അത് സംഭവിക്കുന്നതിന് മുമ്പ് മേഘനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ. എന്താ പറഞ്ഞേ? മേഘനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണമെന്നാ പറഞ്ഞേ. അതല്ല, അതിനു മുൻപ് മിഥുനെ ആപത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മകളുടെ കാര്യം പറഞ്ഞില്ലേ? ആരാ അത്? ചക്കി. നിനക്കറിയില്ല അല്ലേ, ചക്കി മിഥുന്റെ സ്വന്തം രക്തത്തിൽ ജനിച്ച മകള് തന്നെയാ. വാട്ട്? നീ പറഞ്ഞത് സത്യമാണോ? അതെ, മിഥുനും മേഘനയ്ക്കും ചിക്കുവിനൊപ്പം ജനിച്ച കുട്ടി തന്നെയാ ചക്കി. ഈ സത്യം ഇപ്പൊ എനിക്ക് മാത്രമേ അറിയൂ. ചക്കി മിഥുന്റെ സ്വന്തം മകളാണെന്ന് ഇതുവരെ നീ എന്താ എന്നോട് പറയാത്തത് മഞ്ജരി? നിന്നോട് പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല, ഇപ്പൊ അവസരം ഉണ്ടായി, അതുകൊണ്ട് നിന്നോട് പറഞ്ഞു. ഇങ്ങനൊരു സത്യം ഞാൻ ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ചക്കിയും മിഥുനെയും തമ്മിൽ അകറ്റായിരുന്നില്ലേ? ഇപ്പൊ സത്യം അറിഞ്ഞല്ലോ, ഇനി അവളെ അവിടെ നിന്ന് പുറത്താക്കാൻ നോക്ക്. ഇന്നു മുതൽ ഞാൻ അത് തന്നെ ചെയ്യാൻ പോകുന്നേ. ചക്കിയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്, നീ മേഘനയുടെ കാര്യം നോക്കിയാ മതി. ഈ പ്രശ്നങ്ങൾ അവസാനിക്കും വരെ നീ ഇവിടെ നിന്നും ഇറങ്ങി പോവേണ്ട കാര്യമില്ല മഞ്ജരി. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അതെങ്ങനെയമ്മേ? മേഘനെ പ്ലീസ്, നിനക്കറിയില്ലേ മേഘന എനിക്ക് എന്താ വേണ്ടെന്ന്? എന്താ മേഘനെ, നീ വിജയിക്കുമെന്ന് ചലഞ്ച് ചെയ്തിട്ട് നിന്റെ കൈ കൊണ്ട് എന്നെയാണല്ലോ വിജയിപ്പിച്ചത്. ഞാൻ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുമെന്ന് നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നീ പ്രതീക്ഷിക്കാത്തത് ചെയ്യുന്നതാണ് എന്റെ സ്പെഷ്യാലിറ്റി. എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാന്ന് നീ വെറുതെ സ്വപ്നം കണ്ടു അല്ലേ? പക്ഷെ ഇത്രയും നാളും എന്റെ വയറ്റിലുണ്ടായ ആ ഭാരമാണ് നീ ഇന്നത്തോടെ ഇല്ലാതാക്കി തന്നത്. ഇനി എനിക്ക് ആരോടും അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എന്റെ ഉദരത്തില് മാത്രമല്ല, എന്റെ മനസ്സിലും യാതൊന്നുമില്ല, സമാധാനമായി. ഒരു മാടപ്രാവിനെ പോലെ എന്റെ മനസ്സിങ്ങനെ പറന്ന് നടക്കുക. നീ ചെയ്തു തന്ന സഹായത്തിന് ഒരുപാട് താങ്ക്സ്. നിന്നോടുള്ള നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എപ്പോഴും എന്റെ പ്രൊട്ടക്ടർ തന്നെയാ. ഇത് ഞാൻ പലിശ അടക്കം തിരിച്ചു ചെയ്യുന്നുണ്ട്. തന്നേക്ക്. എന്താ? അത് തന്നെ, എനിക്കെന്തോ തിരിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ, അതിങ്ങത്താ. ഓൾറെഡി ഞാൻ നിനക്ക് വലിയൊരു ഷോക്ക് തന്നു കഴിഞ്ഞില്ലേ, ഇനിയും നിനക്ക് വേണോ? നീ എനിക്ക് ഷോക്കൊന്നും തന്നിട്ടില്ല. നിനക്ക് ഞാനല്ലേ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നത്. യമദേവനെ മുന്നിൽ കണ്ടിട്ടല്ലേ നീ അവിടെ നിങ്ങോട്ട് തിരിച്ചു വന്നത്. യു ആർ റോങ് മേഘനെ. അരുണിമാന്റിയുടെ നാവ് കൊണ്ട് തന്നെ എന്നോട് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ടെന്ന് പറയിച്ചില്ലേ? ഇറ്റ്സ് മൈ വിക്ടറി. എന്റെ കഴുത്തില് ഈ താലിയുള്ളിടത്തോളം കാലം നിനക്കെന്നെ പുറത്താക്കാൻ പറ്റില്ല. നിന്റെ വയറ്റിലുണ്ടായിരുന്ന ഭാരത്തെ ഞാൻ ഒഴിച്ചു തന്നില്ലേ? അപ്പൊ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ 3 നൂലിന്റെ ഭാരം എനിക്ക് അത്രയ്ക്ക് വലുതായിരിക്കോ? അതത്ര ഈസി അല്ല മേഘനെ. എന്റെ വയറ്റിലുള്ളത് കള്ളായിരുന്നു, പക്ഷെ കഴുത്തിലുള്ള താലി സത്യ. അതും ഒരു കള്ളായിരുന്നു എന്ന് ഞാൻ തെളിയിച്ച് കാണിച്ചുതരാം. അത് നിനക്കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് എന്നിൽ നിന്ന് മിഥുനെ അകറ്റാൻ പറ്റില്ല. എന്താ, എന്നെ മിഥുനെ ഒന്നിച്ചു കാണുന്നത് നിനക്ക് തീരെ അങ്ങ് സഹിക്കുന്നില്ലല്ലേ? ഞാൻ മിഥുനോട് പിന്നെയും ക്ലോസ് ആയി കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നത് കണ്ടാ നിനക്ക് സഹിക്കാൻ പറ്റില്ല മേഘനെ. ഞാനും മിഥുനും ഇതുപോലെ നീ എന്നെ കൊല്ലാൻ നോക്കുകയാണോ മേഘനെ? നീ വീണ്ടും ഇത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നിന്നെ കൊല്ലാണ് ഞാൻ മടിക്കില്ല എന്ന് മനസ്സിലാക്കിക്കോ. മിഥുനേട്ടനെയല്ല, മിഥുനേട്ടന്റെ ഷർട്ട് ടച്ച് ചെയ്താൽ തന്നെ നിന്റെ കൈ അടിച്ചൊടിക്കും ഞാൻ. എവിടെയോ കിടന്ന എന്നെ ഈശ്വരനാണ്
മിഥുനേട്ടന്റെ ആപത്തായ നിന്നിൽ നിന്നും ഏട്ടനെ രക്ഷിക്കാനായി എന്നെ വീട്ടിലേക്ക് മരുമകളായി അയച്ചത്. നീ ആരാണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കും. നന്നായിട്ട് പൊള്ളിയെന്ന് തോന്നുന്നു. അകത്ത് പോയി ഓയിൻമെന്റ് തേക്കാൻ നോക്ക്, പെട്ടെന്ന് ഉണങ്ങിക്കോളും. നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒന്ന് ടച്ച് ചെയ്തപ്പോഴും നിന്റെ കൈ ഞാൻ ഒടിക്കുമെന്ന്. ഓടി. മരിക്കുന്ന കാലം വരെ കണ്ണു തുറന്ന് കാണാനുള്ള മുറിവുണ്ടാക്കി തന്നല്ലേ. ഹ, നിന്റെ ജീവിതം നശിപ്പിക്കാതെ എനിക്ക് വിശ്രമമില്ല. ഒരു പാടായി കയ്യിൽ കിടക്കുന്ന ഈ മുറിപ്പൊള്ളൽ പോലെ നിന്റെ ജീവിതവും ഞാൻ എന്നേക്കുമായി ഇല്ലാണ്ടാക്കി കളയും. കേട്ടില്ലേ, നിങ്ങളുടെ അമ്മ എന്റെ ജീവിതം നശിപ്പിച്ചു കളയുമെന്ന്. ഒരു മുറിപ്പൊള്ളല് പോലെ എന്റെ ജീവിതം ഇല്ലാതാക്കൂ എത്ര. അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത് വിവേക്? നീ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവൻ ഞാനാ. എന്റെ ഒരു എടുത്തുചാട്ടത്തിന് മോമന്റെ വാച്ചിലേക്ക് ബഗ് ഫിക്സ് ചെയ്തില്ലേ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അമ്മ എനിക്കെതിരെ ചെയ്യുന്ന കുതന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കാനാവുന്നത്. ഞാൻ ഈ ബഗ് വെച്ചതേ ആ മഞ്ചേരിയുടെ പ്ലാൻ മനസ്സിലാക്കാനായിരുന്നു. അല്ലാതെ നിങ്ങൾ അമ്മായിമ്മയും മരുമോളും ഇങ്ങനെ പാമ്പും കീരിയെ പോലെ തല്ലി നടക്കാനൊന്നും ആയിരുന്നില്ല. മഞ്ജരിയെ പിടിക്കാന്ന് വിചാരിച്ചപ്പോ അവളെക്കാളും നിങ്ങളുടെ അമ്മ എനിക്കിട്ടാണ് കൂടുതൽ പ്ലാൻ ചെയ്യുന്നത്. നിനക്ക് എന്തു പറ്റി മഞ്ജരി? എന്റെ കൈ പൊള്ളിയതിന് നീ എന്നെ കളിയാക്കുകയാണോ? ഒന്ന് മിണ്ടാതിരിക്കുക ആന്റി. എന്തുപറ്റി? നിന്റെ മുഖത്തെന്താ പൊള്ളിയത് പോലത്തെ പാട്? ആന്റിയുടെ മരുമകൾ ആന്റിയെ പൊള്ളിച്ചില്ലേ, എന്റെ ശത്രു അതുപോലെ എന്നെയും പൊള്ളിച്ചു. അതെങ്ങനെ സംഭവിച്ചു മഞ്ജരി? ചേച്ചി കലക്കി. മഞ്ജരിക്ക് നല്ലൊരു പണിയായിട്ട് കൊടുത്തത്. പിന്നല്ലാതെ വല്യേട്ടനെ വേദനിപ്പിച്ച കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? വല്യേട്ടനെ വേദനിപ്പിച്ചാലേ ഏട്ടത്തി വെറുതെ വിടില്ല. എന്തിനാ ആന്റി ഇങ്ങനെ ചിരിക്കുന്നേ? ചാരു ആന്റിയെ പൊളിച്ചപ്പോ ഞാൻ ഇങ്ങനെ ചിരിച്ചോ? പിന്നല്ലാതെ എന്ത് ചെയ്യാനാ മഞ്ജരി? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാ അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിലാ മേഘന. അവള് വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് കരുതി ചെന്നതാ ഞാൻ. അത് റിവേഴ്സായ എണ്ണ നിന്റെ തലയിൽ തന്നെ വീണ് കത്തിയില്ലേ? അതല്ലേ നടന്നത്. ഇത് പിടിക്ക്, ഈ ഓയിൻമെന്റ് ഇടാൻ നോക്ക്, പെട്ടെന്ന് ഉണങ്ങും. ആളിക്കത്തുന്ന തീയോടും കോപിഷ്ഠനായ മനുഷ്യനോടും അല്പം മകന്ന് നിൽക്കണം മഞ്ജരി. ഇപ്പോ അരുണിമ ചേച്ചിക്ക് മിഥുന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു പെൺകുഞ്ഞിനെ വേണമെന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഇപ്പൊ മിഥുന്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവ് മേഘനയ്ക്കില്ലെന്നുള്ളതും സത്യം. നിനക്ക് ആ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് അരുണിമ ചേച്ചി ഇപ്പോഴും തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മേഘന ഇന്നലെ ചെയ്ത ഐഡിയ വെച്ച് ഇന്നലെ തന്നെ നിന്റെ ചാപ്റ്റർ ക്ലോസ് ആയേനെ. മഞ്ജരി എന്ന അഡ്രസ് പോലും ഇവിടെ എല്ലാവരും മറന്നു കളഞ്ഞേനെ. എന്റെ മുന്നിൽ വെച്ച് ആ മേഘനിങ്ങനെ പുകഴ്ത്തല്ല ആന്റി, അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യത്തിലാ. ചേച്ചി നമ്മളെ സഹായിക്കാൻ വന്നിട്ട് ചേച്ചിയുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുക. നമുക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയല്ലേ ചേച്ചി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തത്? അതെ ചാരു, നമ്മൾ ഒരിക്കലും അകലാതിരിക്കാൻ വേണ്ടിയും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയും ഏട്ടത്തി ഇത്രയും വലിയൊരു ത്യാഗം സഹിച്ചിരിക്കുക. ഇപ്പൊ അതേ ത്യാഗം തന്നെയാ ഏട്ടത്തിക്കൊരു ശാപമായി മാറിയിരിക്കുന്നത്. ചേച്ചി എനിക്ക് ആ ഗർഭപാത്രം ദാനം നൽകിയില്ലായിരുന്നെങ്കിൽ അവർക്ക് ഇനിയും കുട്ടികൾ ഉണ്ടായേനെ അല്ലേ വിവേക്? മിഥുനേട്ടന്റെ ജീവിതത്തിൽ പിന്നെ മഞ്ജരി ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. മിഥുനേട്ടനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പെൺകുഞ്ഞിനെ ചേച്ചി തന്നെ പ്രസവിച്ചേനെ. അമ്മ ഒരിക്കലും എന്റെ ചേച്ചിയോട് ഇങ്ങനെ പെരുമാറിയില്ലായിരുന്നു.
സത്യത്തിൽ ഈ മഞ്ജരി കൊണ്ട് ഒരു ശല്യം ഉണ്ടാവുമായിരുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഏട്ടത്തിക്ക് നിനക്ക് ഗർഭപാത്രം തന്നതിൽ യാതൊരു വിഷമവുമില്ല. ഏട്ടത്തി നമുക്ക് അമ്മയെ പോലെ ചാരു. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ഏട്ടത്തിക്ക് ഒരിക്കലും കൂടുതലാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചാരു. ഏട്ടത്തിയെ നമുക്ക് സഹായിക്കണം. ഈ പ്രശ്നത്തിൽ നിന്ന് ഏട്ടത്തിയെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. എന്ത് പ്രശ്നം വിവേക്? ചേച്ചി, ചാരു എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്നോട് എന്താ ചേച്ചി ഇതൊന്നും പറയാത്തെ? എന്തിനാ ഞങ്ങളിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചത്? ഞാൻ എന്ത് മറച്ചു വെച്ചെന്നാ? വലിയേട്ടന് ജീവൻ അപായമാണെന്നും അത് മാറണമെങ്കിൽ ഒരു പെൺകുഞ്ഞ് വേണമെന്നും ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ഏട്ടത്തി? ഇതെല്ലാം ഞാൻ കാരണമല്ലേ ചേച്ചി? ചേച്ചി എനിക്ക് ഗർഭപാത്രം ദാനം ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുട്ടികൾ ഉണ്ടാവുമായിരുന്നല്ലോ. മിഥുനേട്ടനെ രക്ഷിക്കാനും കഴിയായിരുന്നല്ലേ? ഞങ്ങൾ ക്ഷമിക്കേട്ടത്തി. ഇപ്പൊ ഞങ്ങൾ കാരണം മഞ്ജരി ഏട്ടത്തിക്ക് ഒരു പ്രശ്നമായി മാറിയത്. ഏട്ടത്തി ചെയ്ത ഈ ത്യാഗം ഏട്ടത്തിയുടെ ജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കുകയല്ലേ. ഇത് കാരണം മഞ്ജരിയും വലിയേട്ടനും ഒന്നിക്കേണ്ടതായി വരില്ലേ? ആ പെൺകുഞ്ഞിന് വേണ്ടിയല്ലേ വല്യമ്മ മഞ്ജരിയോട് ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? എങ്ങനെയാ അറിഞ്ഞത്? എങ്ങനെ അറിഞ്ഞാൽ എന്താ ചേച്ചി? ഞാൻ കാരണം ചേച്ചിയുടെ ജീവിതമല്ലേ നശിക്കുന്നത്?